friends, welcome to Soumya's Kitchen Magic. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗിയും ഉഴുന്നും ഉപയോഗിച്ചിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ ഗീ റോസ്റ്റ്, റാഗി പേപ്പർ ഗീ റോസ്റ്റ് ദോശയും അതുപോലെ തന്നെ റാഗിയുടെ കോൺ ദോശയാണ്. അതിനുള്ള ബാറ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ ആ ദോശയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചുട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് അരിയും ഉഴുന്നും വെച്ചിട്ടുള്ള നെയ് റോസ്റ്റും അതേപോലെ തന്നെ കോൺ ദോശയൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി റാഗി ഉപയോഗിച്ച് എങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റും അതുപോലെ തന്നെ കോൺ ദോശയും തൊപ്പി ദോശയും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉഴുന്ന് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ റാഗി എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സാണ് ഞാൻ റാഗി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി വെക്കുക. ഒരു 2-3 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതുപോലെ തന്നെ അതിനായിട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേവിച്ചിട്ടുള്ള ചോറ്, അതായത് 1/2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചോറ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ദോശ ഒന്നും കൂടി സ്മൂത്തായിട്ട് വേഗം ഫെർമെൻ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചോറ് ചേർക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന റാഗിനെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് റാഗി 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഒരു 1.5 ഗ്ലാസ്സോളം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക. നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇഡ്ഡലി ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി തിക്കായിട്ട് അരച്ചെടുക്കണം. സ്മൂത്തായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള രണ്ടാമത്തെ പോർഷൻ, അതായത് ബാക്കിയുള്ള 1.5 ഗ്ലാസ് കൂടി റാഗി അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണ്. ആദ്യം നമ്മളിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ആ റാഗി അരച്ചെടുത്തു. അതിനുശേഷം അത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റി വെക്കാം. അതായത് ഫെർമെന്റ് ചെയ്യുമ്പോൾ പൊന്തി വരും. അത് കാരണം അതുകൂടി കണക്കാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വലിയൊരു ഡവറയിലോ പാത്രത്തിലോ വേണം നമ്മൾ ഒഴിച്ചു വെക്കാൻ. അരച്ച മാവ് ഒഴിച്ചു വെക്കുമ്പോൾ അതിനനുസരിച്ച് വലിയൊരു പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാൻ, അല്ലെങ്കിൽ അത് ഫെർമെന്റ് ആയി കഴിഞ്ഞാൽ പൊന്തി പോകും പുറത്തേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള റാഗി കൂടി അരച്ചെടുക്കാം. അത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ച 1/2 ഗ്ലാസ്സോളം ചോറ്, വേവിച്ച അരി, അതായത് 1/2 ഗ്ലാസ് ചോറ് ചേർത്ത് അരച്ചെടുക്കണം. ആദ്യം 1 പ്രാവശ്യം റാഗി അരച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ ചോറും കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഇതേ അളവുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇഡ്ഡലിക്കുള്ള മാവ് ഉണ്ടാക്കാം. അത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഇത്രയ്ക്ക് അധികം വെള്ളം ചേർക്കേണ്ട. ഇതിലിപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ്സോളം വെള്ളം ചേർക്കുന്നുണ്ട് അരയ്ക്കാനായിട്ട്. ഇഡ്ഡലിയുടെ മാവാണെങ്കിൽ നമ്മളൊരു 1.5 ഗ്ലാസ് അത്രയ്ക്ക് വെള്ളം ചേർത്താൽ മതി. അത് തിക്കായിട്ടിരിക്കണം ഇഡ്ഡലിയുടെ മാവ്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ കുതിർക്കാൻ കൂടുതൽ സമയം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർക്കാത്തത്. ഇതിൽ ഉലുവ ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഉലുവ ചേർക്കുകയാണെങ്കിൽ കുതിർത്തുന്ന സമയം, അതായത് നമ്മൾ കഴുകി കുതിർത്തി വെക്കുന്ന സമയം എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ നേരം കുതിർത്തി വെക്കണം. എന്നാലാണ് ഉലുവ നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉലുവയുടെ ചെറിയ തരികൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴും അതിൽ കടിക്കാനുള്ള ഇട വരും. അതുകൊണ്ടാണ് എനിക്ക് ഉലുവ ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉലുവ ചേർക്കാം. ഉലുവ ചേർക്കുകയാണെങ്കിൽ നമ്മൾ കുതിർത്തുന്ന സമയം കുറച്ച് കൂട്ടേണ്ടി വരും. ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കുതിർത്തി വെക്കേണ്ടി വരും. അതിനുശേഷം അരച്ചെടുക്കേണ്ടി വരും. നമ്മുടെ റാഗി നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ ഗ്രൈൻഡറിൽ തന്നെ നമ്മൾ ഉഴുന്നും അരച്ചെടുക്കുകയാണ്. 2 പോർഷനായിട്ട് അരച്ചെടുക്കുകയാണ്. ഒരുമിച്ച് അരച്ചു കഴിഞ്ഞാൽ ഉഴുന്നാകുമ്പോൾ അത് അരിഞ്ഞു വരുമ്പോൾ നന്നായിട്ട് കൂടും. കുറച്ച് ഉഴുന്നാണെങ്കിലും അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഉഴുന്നിനെ സെപ്പറേറ്റ് 2 പോർഷനായിട്ട് അരച്ചെടുക്കുന്നത്. അരച്ചിരിക്കുമ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ചേർത്ത മാതിരി തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഒരുമിച്ച് ഒരുപാട് വെള്ളം അരയ്ക്കുകയാണെങ്കിൽ മാവിൽ വെള്ളത്തിന്റെ അളവ് പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് അളവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ചേർക്കാൻ. വെള്ളം കൂടി കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ പിന്നെ മാവ് നമ്മൾ വീണ്ടും കുതിർത്തി അരച്ചേണ്ടി വരും. നമ്മൾ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് പിന്നെയും കുതിർത്തി അരച്ച് ചേർക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ റാഗി പൗഡർ ആഡ് ചെയ്യേണ്ടി വരും. വെള്ളത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ അതാണ് ഒരു മെത്തേഡ് ഉള്ളത്. കുറച്ചും കൂടി റാഗി പൗഡർ ഉണ്ടെങ്കിൽ, റാഗിയുടെ പൊടി ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. എപ്പോഴും വെള്ളത്തിന്റെ അളവ് കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് പിന്നെ ബാക്കി നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം നമ്മൾ രണ്ടാമത്തെ ഉഴുന്നും അരച്ചെടുത്തു. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂൺ അല്ല ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്.
ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പൊക്കെ മുൻകൂട്ടി ചേർത്ത് വെക്കുന്നത്. അധികം ഒരുപാട് നേരം വെക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വേഗം തന്നെ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഒരു 4-5 മണിക്കൂറിനുള്ളിൽ എടുത്തിട്ട് ദോശ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ട് എടുത്തു വെക്കാം. അപ്പൊ വേഗം ഫെർമെന്റ് ആയി കിട്ടും. അതല്ല ഒരുപാട് നേരം ഒരു 8-10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ദോശ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പുറത്താണ് എടുത്തു വെക്കുന്നതെങ്കിൽ അതിലേക്ക് ഉപ്പ് ചേർക്കണ്ട. അങ്ങനെയാകുമ്പോൾ അത് പൊന്തി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, ഫെർമെന്റ് ആയിട്ടുണ്ട്. നന്നായി ഇളക്കി എടുക്കുക. ഫെർമെന്റ് ആയ ബാറ്റർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ദോശത്തവ ചൂടാക്കാൻ വെക്കാം. ദോശത്തവ ചൂടാക്കാൻ വെച്ച് നന്നായി ചൂടായി കഴിഞ്ഞു. ദോശത്തവ നന്നായി ചൂടായതിനു ശേഷം വേണം അതിലേക്ക് നമ്മൾ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് നന്നായി കനം കുറച്ച് വട്ടത്തിൽ പരത്തി എടുക്കുകയാണ്. എപ്പോഴും നന്നായി ചൂടായതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ചൂടാവാത്ത സമയത്ത് ഒഴിച്ചു കൊടുത്താൽ ദോശയ്ക്ക് ആ കറക്റ്റ് ക്രിസ്പിനെസ് കിട്ടില്ല, അതേപോലെ ആ ടെക്സ്ചറും ശരിയാവില്ല. അതുകൊണ്ടാണ് ദോശയുടെ തവ എപ്പോഴും നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിലേക്ക് ഒരു ലേശം നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ മണം ഉണ്ടാവും. ആ നെയ്യ് റോസ്റ്റിന്റെ ഒരു മണം നമ്മൾ കടകളിലായാലും വീട്ടിലായാലും ആ നെയ്യ് ചേർത്ത് ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക മണം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നെയ്യ് റോസ്റ്റ് ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സൈഡും കൂടി ഇടുകയാണ്. നിങ്ങൾക്ക് കാണാൻ നല്ല ക്രിസ്പി പേപ്പർ തിന്നാണ്, പേപ്പറിനെ പോലെ അത്രയും തിന്നായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള റാഗിയുടെ നെയ്യ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് സെർവ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് റാഗിയുടെ ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കോൺ ദോശ, അതായത് തൊപ്പി ദോശ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിനും ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഏത് ദോശത്താവയാണോ അതിന്റെ മാക്സിമം ഫുൾ റൊട്ടേഷൻ സർക്കിൾ ചെയ്തിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് വലിയ ആയിട്ടുള്ള കോൺ കിട്ടുള്ളൂ, തൊപ്പി കിട്ടുള്ളൂ. നമുക്ക് ദോശത്താവ എപ്പോഴും മേടിക്കുമ്പോൾ ചെറിയ ദോശത്താവ മേടിക്കാണ്ട് വലിയ ദോശത്താവ മേടിക്കുകയാണെങ്കിൽ വലിയ കോൺ ഉണ്ടാക്കാൻ പറ്റും, വലിയ തൊപ്പി ദോശ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ വലിയ നെയ്യ് റോസ്റ്റും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ തൊപ്പി ദോശയുടെ ഒരു സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത സൈഡും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിന്റെ സൈഡിൽ നിന്ന് സെന്ററിലേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ആ മറിച്ചിട്ടുന്ന കയ്യിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കീറിയെടുത്താൽ മതി. സെന്റർ വരെ കീറിയെടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുക്കുക, ഉരുട്ടിയെടുക്കുകയാണ്. നമ്മുടെ തൊപ്പി ദോശ റെഡിയായി. ഈസിയാണ് ഉണ്ടാക്കാൻ തൊപ്പി ദോശ. പക്ഷെ ആ കീറുന്ന ടൈമിൽ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന ടൈമിൽ അരിക്കുന്ന സെന്ററിൽ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, അത് കറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചെരിഞ്ഞു പോവുകയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഷേപ്പ് ശരിയായി കിട്ടില്ല. അപ്പൊ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോൺ ദോശയും മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് സൗണ്ട് കേൾക്കാം. നല്ല ക്രിസ്പിയാണ്, പൊടിക്കുമ്പോൾ അതിന്റെ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.